ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. രാജ്യത്ത് അടിയന്തര സമ്പൂർണ്ണ പ്രതിരോധ അവസ്ഥ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷം നോർവേ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും നോർവേയിലേക്ക് പടർന്നു പിടിക്കാമെന്നാണ് ഇപ്പോൾ നോർവേയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നോർവേ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുന്നത് പോലെ നോർവേയിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ വലിയ സാധ്യതയാണ് വന്നിരിക്കുന്നത്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം യുക്രൈനിലെ പോരാട്ടത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജനങ്ങളെ സജ്ജമാക്കിക്കൊണ്ട് സമ്പൂർണ്ണ പ്രതിരോധ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലേക്ക് പോയതുപോലും ഇതിന്റെ സൂചന നൽകാനായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ നരേന്ദ്രമോദി പോളണ്ടിലേക്ക് പോയത് എന്തിനാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കാരണം പോളണ്ട് റഷ്യ അടുത്ത ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് സമാധാന ദൂതുമായി പോയത്. ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണ ഭീഷണി നോർവേ നേരിടുകയാണ്. ഓസ്ലോയിലെ ഏറ്റവും വലിയ ഒന്നായ സെന്റ് ഹാൻഷോഗൻ വ്യോമാക്രമണ അഭയകേന്ദ്രത്തിന് ഇപ്പോൾ 1100 പേരെ അതിന്റെ ഹെവി മെറ്റൽ വാതിലുകൾ കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് നോർവേ പ്രധാനമന്ത്രി പറയുന്നത്. തണുത്ത വായു, മങ്ങിയ വെളിച്ചം, ടോയ്ലറ്റുകൾ എല്ലാം അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒട്ടും ശരിയല്ല. അതായത് ഇത് നവീകരിക്കണം എത്രയും വേഗം എന്നാണ് ഇപ്പോൾ നോർവേ പ്രധാനമന്ത്രി പറയുന്നത്. ബോംബിംഗ് ഭീഷണിയിൽ നിന്നും കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ വസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വ്യോമാക്രമണ ബങ്കറാണിത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ശീത യുദ്ധകാലത്ത് നിർമ്മിച്ച ബങ്കറുകളാണ് ഇപ്പോഴും നോർവേയിലുള്ളത്. അതെല്ലാം അടിയന്തരമായി തന്നെ നമ്മൾ ഉടനെ ഇപ്പോൾ തിരികെ പുനർനിർമ്മിക്കണം എന്നാണ് നോർവേ പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ന് നമുക്ക് ഏകദേശം 18,600 ഷെൽട്ടറുകളുണ്ട്. അതായത് ജനസംഖ്യയുടെ 50% അല്പം കുറവ്. 5.6 ദശലക്ഷം ആൾക്കാർ. നോർവേയിലെ സിവിൽ ഡിഫൻസ് മേധാവി വിൻസ്റ്റീൻ നട്സൻ AFP-യോടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അവയിൽ പലതും നവീകരിക്കേണ്ടതുണ്ട്. ശീതയുദ്ധകാലത്താണ് അവ നിർമ്മിച്ചത്. അവ ഈർപ്പമുള്ളതാണ്, അവ പഴയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1998 നീക്കം ചെയ്ത വ്യോമാക്രമണ ഷെൽട്ടറുകൾ പുതിയ വലിയ കെട്ടിടങ്ങളിൽ സജ്ജീകരിക്കണമെന്ന നിബന്ധന പുനഃസ്ഥാപിക്കാൻ നാറ്റോ അംഗമായിട്ടുള്ള നോർവേ ഇപ്പോൾ വലിയ രീതിയിൽ ദ്രുതഗതിയിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.